ഇന്നൊരു അടിപൊളി സ്ഥലം നമ്മൾ പരിചയപ്പെടുകയാണ്. ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലുള്ള കവ ഐലൻഡ്. ഓൾറെഡി ഈ സ്ഥലത്തെപ്പറ്റി കേട്ടിരിക്കാമില്ല, കണ്ടിരിക്കാം. എന്നാലും നിങ്ങൾ ഈ വീഡിയോ കാണണം. കവ ഐലൻഡിൻ്റെ മനോഹാരിത മാക്സിമം പല ആംഗിളിലൂടെ പകർത്താൻ ശ്രമിക്കുന്നതാണ്. ഇത് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ്. ഏത് സീസണിലും ഇവിടെ വെള്ളം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന് കാരണം മറ്റൊന്നല്ല, ഇത് മലമ്പുഴ ഡാമിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നത് തന്നെയാണ്. കവ ഐലൻഡിൻ്റെ ഗൂഗിൾ മാപ്പ് റെഡ് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് കവ ഐലൻഡ്. നമ്മൾ കാണാൻ പറ്റും മലമ്പുഴ ഡാമിൻ്റെ എക്സാക്ട്ലി ബാക്ക് സൈഡായിട്ടാണ് കവ ഐലൻഡ് വരുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ പാലക്കാട് ടൗണിന് ഏകദേശം 13 കിലോമീറ്റർ അകലെ മലമ്പുഴ ഡാം റോഡിലൂടെ വന്ന് ആനക്കല്ല റോഡ് വഴി വന്നാലാണ് ഇവിടെ എത്താൻ പറ്റുക. ഇവിടുന്ന് ഏകദേശം 2.5 കിലോമീറ്റർ പോയാൽ ആനക്കല്ല് കവ റോഡ് എത്തും. അതിലൂടെ ഏകദേശം 4 കിലോമീറ്ററാണ് കവ ഐലൻഡിലേക്കുള്ളത്. ഇപ്പോൾ ഈ പോകുന്ന റൂട്ട് ഇപ്പോൾ ആനക്കല്ല് റോഡ് റൂട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള റൂട്ട്, എന്താ പറയുക, ചെറിയൊരു കാട്ടിലൂടെ ഇപ്പോൾ നമ്മൾ കടന്നു പോയിരിക്കുന്നത്. ചുറ്റിനും കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഞങ്ങളിപ്പോൾ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് പോകാൻ കൃത്യമായിട്ടൊരു വഴിയൊന്നുമില്ല. ഈ വഴിയിലൂടെ വേണം ഐലൻഡിലേക്ക് ഇറങ്ങാൻ. ബൈക്കെല്ലാം ഈസിയാണ്, ബട്ട് കാറ് ഇറക്കാൻ ചെറിയൊരു ശ്രമം വേണ്ടി വരും. ഇവിടുത്തെ ആളുകളോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓട്ടോറിക്ഷ, ഓൾട്ടോ കാറൊക്കെ വളരെ ഈസി ആയിട്ട് പോകുമെന്നാണ്. അങ്ങനെ വലിയ എഫേർട്ടൊന്നും എടുക്കാതെ ഞങ്ങൾ വണ്ടി ഇറക്കി. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ഥലം ഇതാണ് കവ ഐലൻഡ്. ഇപ്പോൾ വെള്ളം കുറവാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് ഏപ്രിൽ ലാസ്റ്റ് വീക്കാണ്. ഇപ്പോൾ മഴയൊന്നുമില്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ്. മഴക്കാലത്ത് ആണെങ്കിൽ നമ്മൾ വരുന്നതെങ്കിൽ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഞങ്ങൾ വണ്ടി ഇറക്കിയതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ഏകദേശം ഈ ഒരു സ്പോട്ട് വരെ മാത്രമേ നമുക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത്. ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പന കാണാം കുറച്ച് ഫ്രണ്ടിൽ. ആ പനയുടെ അടുത്ത് വരെ മാത്രമേ നമുക്ക് അടുത്ത് വരെ മാത്രമേ വണ്ടി ഇറക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. മഴക്കാലത്താണെങ്കിൽ ഇതുവരെ വെള്ളം വന്ന് മൂടിയിട്ടുണ്ടാവും. ഇതാണ് കവ ഐലൻഡിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കരിമ്പന വ്യൂ പോയിന്റ്. ഇപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കുകയാണെങ്കിൽ കൂടുതലും കാണാൻ പറ്റിയ ഈ ഒരു വ്യൂവിൻ്റെ ഫോട്ടോസ് ആയിരിക്കും. കുറച്ച് ദൂരെയായിട്ട് മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഏകദേശം ആ മലമ്പുഴ ഡാമിൻ്റെ വെള്ളത്തിൻ്റെ അടുത്ത് വരെ നമുക്ക് വണ്ടി കൊണ്ടു ചെല്ലാം. അല്ലാത്ത പക്ഷം ഇപ്പോൾ മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്വാഭാവികമായിട്ടും ഇവിടെ വെള്ളം മൂടിയിട്ടുണ്ടാവും. ഇനി വെള്ളം കുറച്ച് കുറഞ്ഞാൽ പോലും ഈ വഴികളിലെല്ലാം നമുക്ക് വണ്ടി പോകാൻ പറ്റാത്ത വിധം ചെളി നിറഞ്ഞതായിരിക്കും. ഇപ്പോൾ സമയം 6 മണി. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തുള്ള ഈ കവ ഐലൻഡിൻ്റെ ഒരു ഭംഗി അത് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഒരു കിടിലൻ സ്ഥലം, അതിമനോഹരമായ ഒരു തടാകം, അതിനു ചുറ്റും നോക്കത്ത ദൂരത്തോളം പച്ച വിരിച്ച ഒരു പുൽമൈതാനി, അതിനപ്പുറത്ത് മഞ്ഞുമൂടിയ മലനിരകൾ, എല്ലാം കൊണ്ടും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു അടിപൊളി സ്ഥലം. നിങ്ങൾ ഈ സ്ഥലത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരണം. നിങ്ങൾ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം. ഒരിക്കലും നിങ്ങൾക്കതൊരു ടൈം വേസ്റ്റായി തോന്നില്ല. നമ്മുടെ കുടുംബത്തോടൊപ്പം, കുട്ടികളോടൊപ്പം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ഒരു ഈവനിങ് ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പിക്നിക് സ്പോട്ട്. ഇത് ഏകദേശം പാലക്കാട് നിന്ന് 13 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. ഇപ്പോൾ കോഴിക്കോട്ട് നിന്നായാലും മലപ്പുറത്തു നിന്നായാലും തൃശ്ശൂരിൽ നിന്നായാലും ഈവൻ കോയമ്പത്തൂരിൽ നിന്നായാൽ പോലും ഏകദേശം 3-4 മണിക്കൂറിൻ്റെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്ത് എത്തിപ്പെടാൻ. നിങ്ങളിവിടെ വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായിട്ട് മാറും എന്നത് യാതൊരു സംശയമില്ല. അത്രയും അതിമനോഹരമാണ് ഈ സ്ഥലം. വരുമ്പോൾ കൂടുതലും ഈവനിങ്ങിൽ വരാൻ ശ്രമിക്കുക. കാരണം ഇവിടുത്തെ സൺസെറ്റാണ് വളരെയധികം ഭംഗി. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുത്തുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.